എന്ത് സാമ്പത്തിക തിരിമറി ഇടപാട് നടത്തി സോളാർ കേസ് എങ്ങനെ ഒത്തുതീർപ്പാക്കി എന്നതൊക്കെയാണ് അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപം. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2016 ഫെബ്രുവരി 19 ഒരു ഫ്ളാറ്റ് വാങ്ങുന്നു, 10 ദിവസത്തിന് ശേഷം അത് മറിച്ച് വിൽക്കുന്നു. 33,80,000 രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 65 ലക്ഷത്തിനാണ് മറിച്ച് വിറ്റത്. അതായത് ഇരട്ടി വിലക്കാണ് ഈ ഫ്ളാറ്റ് വാങ്ങാനുള്ള ഈ പണം ലഭിച്ചത് സോളാർ കേസ് പ്രതികളിൽ നിന്നാണ് എന്നാണ് PB അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ആ സോളാർ കേസ് അട്ടിമറിക്കാൻ കൂട്ടുന്നതിന്റെ പ്രതിഫലമാണ് ഇത്. അനീതിക്ക് ലഭിച്ച വലിയ ഒരു പ്രതിഫലമാണ് ഇത്. ഈ ഒരു പ്രോപ്പർട്ടി ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇടപാട് നടത്തിയതെന്നും ഇങ്ങനെ ഒരുപാട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും വലിയ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും, കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടീസ് പ്രകാരം അടയ്ക്കേണ്ട തുകയൊന്നും കൃത്യമായി അടയ്ക്കാതെയാണ് ഈ ഒരു ഇടപാട് നടന്നിട്ടുള്ളതെന്നും ഇത് വലിയ നികുതി വെട്ടിപ്പിന്റെ കൂടി തെളിവാണെന്നും അധികാര ദുർവിനിയോഗമാണ് അജിത് കുമാർ ഈ തരത്തിൽ നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അജിത് കുമാറിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് തന്റെ അധികാര ദുർവിനിയോഗം നടത്തി ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുകയും സർക്കാരിന് സ്റ്റാമ്പിനത്തിൽ കിട്ടേണ്ട നികുതി നൽകാതെ ഇത്തരത്തിലൊരു ഇടപാട് നടത്തുകയും ചെയ്തത് എന്ന് അൻവർ പറയുകയാണ്. ഇത് വിജിലൻസ് അന്വേഷണത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന ഒരു ആവശ്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ തന്റെ അധികാര ദുർവിനിയോഗം നടത്തി ലക്ഷങ്ങൾ കള്ളപ്പണ ഇടപാടുകളിലൂടെ വെളുപ്പിച്ചെടുത്ത് ഈ സോളാർ കേസ് അടക്കമുള്ള നിരവധി കേസുകൾ അട്ടിമറിക്കുന്ന തരത്തിലാണ് അജിത് കുമാറിന്റെ നടപടികളും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകളെ കുറിച്ച് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. പട്ടത്തെ ഫ്ളാറ്റാണ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത്. ആരോപണ വിധേയമായ ഫ്ളാറ്റ് 35 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഫ്ളാറ്റ് 69 ലക്ഷത്തിന് 10 ദിവസത്തിനുള്ളിൽ മറിച്ചു വിറ്റു എന്നതാണ് ആക്ഷേപം. VV അരുണുണ്ട്. അരുൺ, എന്താണ് ഈ അൻവർ ഉന്നയിച്ച ഫ്ളാറ്റും അതിന്റെ ഒരു വസ്തുതയും എന്താണ്? അൻവർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച പട്ടം കുറംകോണത്തെ ഫ്ളാറ്റാണിത്. കുറംകോണത്തെ കോണ്ടോർ ഡാഫോഡിൽസ് എന്ന ഫ്ളാറ്റ്. ഈ ഫ്ളാറ്റ് അജിത് കുമാർ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ നിരവധി സ്വത്തുകൾ സമ്പാദിച്ച തെളിവായി PB അൻവർ ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് ആരോപണം ഉന്നയിച്ചതാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരം ഇന്ന് PB അൻവർ പുറത്തുവിട്ടത്. സോളാർ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വലിയൊരു തുക അജിത് കുമാർ കൈപ്പറ്റി. നേരത്തെ സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ കൂട്ടുനിന്നുവെന്ന് അൻവർ ആരോപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ ആരോപണങ്ങൾ. 2016 ഫെബ്രുവരി 19 ഒരു ഫ്ളാറ്റ് അജിത് കുമാർ വാങ്ങി, 10 ദിവസം കഴിഞ്ഞ് അത് മറിച്ചു വിറ്റു. 33,80,000 രൂപയ്ക്കാണ് ഫ്ളാറ്റ് വാങ്ങിയത്. പിന്നീട് 65 ലക്ഷത്തിന് മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് PB അൻവർ ഉന്നയിച്ചത്. ആ ഫ്ളാറ്റാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. കുറവൻകോണത്തെ കോണ്ടോർ ഡാഫോഡിൽസ് എന്ന ഫ്ളാറ്റ്. ഈ ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിന് ശേഷം അജിത് കുമാർ മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് ഇപ്പോൾ PB അൻവർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളിലും അത് വ്യക്തമാണ്. അജിത് കുമാർ ഈ ഫ്ളാറ്റ് വാങ്ങിയിരുന്നു. 2016 ഫ്ളാറ്റ് അദ്ദേഹം വാങ്ങിയിരുന്നു. പിന്നീട് അദ്ദേഹം ഇത് മറ്റൊരാൾക്ക് വിറ്റു. ലൈല അശോക് എന്ന ഒരാൾക്ക് വിറ്റു. അവരാണിപ്പോൾ ഈ ഫ്ളാറ്റിന്റെ ഇപ്പോഴത്തെ ഉടമകളെന്ന് ഈ രേഖകളും വ്യക്തമാക്കുന്നുണ്ട്. ഈ സബ് രജിസ്ട്രാർ ഓഫീസിലെ രേഖകളും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും PB അൻവർ കൂടുതൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ MR അജിത് കുമാറിനെതിരെ ഉന്നയിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ആരോപണമാണ് ഇപ്പോൾ അല്പസമയം അദ്ദേഹം പുറത്തുവിട്ടത്. ഈ കോണ്ടോർ ഡാഫോഡിൽസ് ഫ്ളാറ്റ് MR അജിത് കുമാർ വാങ്ങി 10 ദിവസത്തിന് ശേഷം മറിച്ചു വിറ്റു. അതിനുള്ള പണം ലഭിച്ചത് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട ലഭിച്ച പണമാണ്. സോളാർ കേസ് ഈ കേസ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലമായി കിട്ടിയ കേസാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇദ്ദേഹം ഉന്നയിക്കുന്നത്, അൻവർ ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെയും കവടിയാറിലെ ഫ്ളാറ്റിന്റെ വിവരമടക്കം ഭൂമിയും വീടും കൊട്ടാര സദൃശ്യമായ വീട് വയ്ക്കുന്നതെന്ന ആരോപണമടക്കം നേരത്തെ PB അൻവർ പുറത്തുവിട്ടിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ MR അജിത് കുമാറിന് വീണ്ടും ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച ആ ഫ്ളാറ്റാണിത്. അതായത് സാമ്പത്തിക തിരിമറി നടത്തി, ക്രമക്കേട് നടത്തി എന്നത് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ആക്ഷേപം നേരിടുന്നത്. ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാർ ഇത്തരമൊരു ആക്ഷേപം തുടർച്ചയായി നേരിടുമ്പോൾ വിജിലൻസ് അന്വേഷണം ഏത് രീതിയിൽ നടക്കുമെന്നതും പ്രസക്തമാണ്. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആക്ഷേപവുമായി PB അൻവർ വീണ്ടും രംഗത്ത് വന്നത് എന്നതാണ് അതിന്റെ പശ്ചാത്തലം. ഇപ്പോൾ സമയം 10:30. കൃത്യം 30 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതുവരെ ഉന്നയിക്കപ്പെട്ട ഈ ആക്ഷേപങ്ങളോട് മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ്
ആക്ഷേപം ഉയർന്നതിന് ശേഷം മുഖ്യമന്ത്രി പങ്കെടുത്തത് 2 പൊതുപരിപാടികളാണ്. ഈ 2 പൊതുപരിപാടികളിൽ ഒന്ന് കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ യോഗമാണ്, മറ്റൊന്ന് കോവളത്ത് നടന്ന CPM-ന്റെ യോഗമാണ്. ഈ 2 യോഗത്തിലും മുഖ്യമന്ത്രി ചില പരാമർശങ്ങൾ നടത്തി എന്നതിനപ്പുറം കാര്യമായി വിഷയങ്ങളിലേക്ക് കടന്നു വന്നില്ല. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് മുഖ്യമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ ചില കാര്യങ്ങൾ ഉണ്ടാവാം, ചില വിശദീകരണങ്ങളിലേക്ക് വരും. പാർട്ടിയിൽ നടക്കുന്ന ചില നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് PB അൻവറിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഉണ്ടാവും. P ശശിക്കെതിരായ ആക്ഷേപം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരും. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇന്നുണ്ടാകും എന്ന് നമുക്ക് കരുതാം. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നീക്കം. എന്തായാലും അൻവർ നടത്തുന്ന നീക്കങ്ങൾ CPM രാഷ്ട്രീയത്തിലും ആഭ്യന്തര വകുപ്പിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന ആക്ഷേപമായി കൂടി അത് മാറുകയാണ്. ഇന്നത്തെ അൻവറിന്റെ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് P ശശിക്കെതിരെ വീണ്ടും രംഗത്ത് വരുന്നു എന്നതാണ്. P ശശി ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ അല്ലെങ്കിൽ ഈ മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ മറ്റാർക്കോ വേണ്ടി അച്ചാരം വാങ്ങുന്നു എന്ന സൂചനകൾ പങ്കുവെച്ചുകൊണ്ടാണ് അൻവർ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അനുമോദ് ഉണ്ട് നമുക്കൊപ്പം. അനുമോദ്, അൻവറിന്റെ ഇന്നത്തെ നീക്കങ്ങളിൽ ഈ സാമ്പത്തിക ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചു. അതിനുമപ്പുറം ഈ P ശശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ P ശശിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം P ശശിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചാൽ ആ ആക്ഷേപം ചെല്ലുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. അത് തിരിച്ചറിയാതല്ല അൻവർ ഇന്ന് ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അൻവർ പറയുന്നത്? P ശശിക്കെതിരെ നിശ്ചിത വിമർശനം അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇന്ന് ഒരു പടി കൂടി കടന്ന് ആഭ്യന്തര വകുപ്പ് P ശശിയാണ് കൈകാര്യം ചെയ്യുന്നത്. ADGP അജിത് കുമാർ അടക്കമുള്ളവർ ചെയ്ത കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട, നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പാർട്ടിയെ നിയോഗിച്ച വ്യക്തിയാണ് P ശശി. പക്ഷേ P ശശി അത്തരത്തിൽ തൻ്റെ കടമ ചെയ്യാതെ പാർട്ടിയെയും തന്നെ വിശ്വസിച്ച പാർട്ടിയെ വഞ്ചിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ഇത് വലിയ ഗുരുതരമായ ഒരു ആക്ഷേപമായിട്ട് തന്നെയാണ് അൻവർ വീണ്ടും ആരോപിക്കുന്നത്. നമുക്കറിയാം P ശശിക്കെതിരെ പരാതി പാർട്ടിക്ക് എഴുതി നൽകിയ ശേഷമാണ് അൻവർ ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. P ശശി പാർട്ടിയുടെ സംവിധാനത്തെ നശിപ്പിക്കുന്ന തരത്തിൽ പാർട്ടി സഖാക്കൾക്ക് മുഖ്യമന്ത്രിയുമായിട്ടോ അല്ലെങ്കിൽ പരാതിയുമായി ചെല്ലുന്ന സഖാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്താൻ കഴിയാത്ത സാഹചര്യം തീർക്കുന്നു. അത്തരത്തിൽ പാർട്ടിയെ മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന തരത്തിലേക്കുള്ള നടപടികൾ P ശശിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. താൻ തന്നെ 8 മാസമായിട്ട് P ശശിയെ നേരിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം തനിക്കുണ്ടായ അനുഭവങ്ങൾ അപ്രകാരമാണ്. അതാണ് അനുഭവം. അൻവർ പങ്കുവെക്കുന്ന കാര്യം അങ്ങനെയാണ്. അതായത് P ശശിക്കെതിരായ ആരോപണം കൂടുതൽ കടുപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ നീക്കം. എന്തായാലും കാത്തിരിക്കാം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനായി, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനായി.